ഇന്നത്തെ വീഡിയോയിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള സമൂസയുടെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. സമൂസ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ഡോ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ്. ഞാൻ എടുക്കുന്നത് 1.5 കപ്പ് മൈദ ആണ്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 120 ഗ്രാം, അപ്പോൾ 180 ഗ്രാംസ് മൈദ. അതിലേക്ക് 1/2 ടീസ്പൂൺ അജ്വൈൻ അല്ലെങ്കിൽ അയമോദകം, 1/4 ടീസ്പൂൺ ഹീപ്ഡായിട്ട് ഉപ്പ്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം. നെയ്യോ ഓയിലോ ഉപയോഗിക്കാം. ഞാൻ നെയ്യാണ് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ നെയ്യ്. നെയ്യ് മൈദയിലേക്ക് നന്നായിട്ട് റബ്ബ് ചെയ്യുക. നെയ്യോ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കനോള ഓയിലോ, ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ ഏതെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ സമോസ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടാനായിട്ട് ഈ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ മൈദയിലേക്ക് നന്നായിട്ട് റബ്ബ് ചെയ്യണം. നമ്മൾ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഇതിങ്ങനെ പ്രസ് ചെയ്യുക. അത് നന്നായിട്ട് ഇതേപോലെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ആവശ്യത്തിനുണ്ടെന്നുള്ളതാണ്. പൊടിഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ചേർക്കാനായി. വെള്ളം ചേർക്കുമ്പം റൂം ടെമ്പറേച്ചർ വാട്ടർ നമുക്ക് ചേർക്കണ്ടേ. ഇപ്പം 3 ടേബിൾ സ്പൂൺ ചേർത്തു. വെള്ളം ഒരിക്കലും കൂടി പോകാൻ പാടില്ല. എപ്പോഴും ടൈറ്റായിട്ടുള്ള ഡോ വേണ്ടത്. ഞാൻ എക്സ്ട്രാ 1 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ചേർക്കും. എപ്പോഴും നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഗ്രാജുവലി ചേർക്കുക. ടൈറ്റ് ഡോ ആയിരിക്കണം. ഏകദേശം ഒരു 4-5 മിനിറ്റ് സമയം ഒന്ന് നീഡ് ചെയ്യുക. നന്നായിട്ട് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഡോ ഇതുപോലെ കിട്ടി. ഇപ്പോഴും ഫേം ഡോ ആണ്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 30 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പം പഞ്ചാബി സ്റ്റൈലിൽ നമ്മൾ സമോസ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ജീരകം ഒരു 3/4 ടീസ്പൂൺ എടുക്കാം. പെരുംജീരകം ഫെനൽ 1/2 ടീസ്പൂൺ. മല്ലി 1/2 ടീസ്പൂൺ. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം പൊടിച്ചെടുക്കണം. പിന്നെ നല്ലൊരു മണം വന്ന് കഴിയുമ്പോൾ ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു മണം വരും. ആ സമയമാകുമ്പോൾ ഓഫ് ചെയ്യുക. ഒരുപാട് മൂത്ത് പോകാണ്ട് ശ്രദ്ധിക്കുക. ഇനി നന്നായിട്ട് കൂളാവട്ടെ. കൂളായ ശേഷം നമുക്ക് പൊടിച്ചെടുക്കണം. ഫൈൻ പൊടിയൊന്നും ആവണ്ട, നമുക്ക് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ കിട്ടും. ഇത്ര മതി. ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. ഈ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലോ ഗീയോ ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചി, പച്ചമുളക് എരിവ് കണക്കാക്കി ഉപയോഗിക്കാം. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന മസാലയും കൂടെ ചേർക്കാം. ഇതിലേക്ക് തീ കുറച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പൊട്ടാറ്റോ ചേർക്കാം. പൊട്ടാറ്റോ എടുത്തേക്കുന്ന 1/2 കിലോ പൊട്ടാറ്റോസാണ്. പൊട്ടാറ്റോ പ്രഷർ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിക്കുക. അതിനുശേഷം തൊലിയോടുകൂടെ വേവിക്കുക. അതിനുശേഷം കൂളായി കഴിഞ്ഞ് തൊലി കളഞ്ഞ് ഇതേപോലെ ക്യൂബ്സ് ആക്കി വെച്ചേക്കുന്നതാണ്. നമുക്കിതിനകത്ത് കുറച്ച് സാധനങ്ങളൂടെ ഇടാനുണ്ട്. ചാട്ട് മസാല ഇടണം. ചാട്ട് മസാല നമുക്കൊരു 1/4 ടീസ്പൂൺ ചേർക്കാം. 1/4 ടീസ്പൂൺ. കസൂരി മേത്തി 1 ടീസ്പൂൺ.
ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിനോടൊപ്പം നമുക്ക് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് 1/3 കപ്പ് ഗ്രീൻ പീസ് എടുത്ത് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഫ്രോസൺ ഗ്രീൻ പീസാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ ഉപ്പ് ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഹീപ്ഡായിട്ട് എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടിടുക. ഇനി നമുക്ക് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കണം. എല്ലാ മസാലയും ഒന്ന് കൂട്ടിടായി കഴിയുമ്പോൾ ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് വലിയ പീസസും കിടക്കണം, കുറച്ച് ഉടഞ്ഞും കിടക്കണം. ആ രീതിയിൽ നമ്മുടെ ഫില്ലിംഗ് റെഡിയാണ്. ഇതിനകത്തേക്ക് ഇനി നിങ്ങൾക്ക് ആംചൂർ പൗഡർ ഉണ്ടെങ്കിൽ ആംചൂർ പൗഡർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീര്, പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീര് ചേർത്താലും മതി. ഞാനിവിടെ നാരങ്ങ നീര് ചേർക്കാം. ഞാനൊരു 1/2 ലൈം ചേർത്തു. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ചൂട് മൊത്തം പോടും, എന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പൊട്ടറ്റോ മിക്സ്ചർ കൂളായി. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാനായിട്ട് എടുക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ഡോ ഇനിയും പരത്തിയെടുക്കണം. ഇത് 6 ഡിവൈഡ് ചെയ്യാം. ബാക്കിയെല്ലാം കവർ ചെയ്ത് തന്നെ വെക്കുക. ഒരെണ്ണം എടുത്ത് പരത്തിയെടുക്കുക. ഒത്തിരി കട്ടി പാടില്ല, എന്നാൽ ഒത്തിരി തിന്നും ആകാൻ പാടില്ല. ആ രീതി വേണം. നമ്മൾ പൊടിയൊന്നും ഇടാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട്. ഈ ഒരു കട്ടിയിൽ പരത്തിയെടുത്തു. ഇത് 2 കട്ട് ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈഡിൽ ഒരു സൈഡിൽ വെള്ളം തൂക്കുക, ജോയിൻ ചെയ്യുക. നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഫില്ലിങ് കൊടുക്കാം. ഫില്ലിങ് കൊടുക്കുമ്പോൾ താഴെ വരെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇച്ചിരി മാഷ്ഡ് ആയിട്ടുള്ളതൊക്കെ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ എൻഡ് വരെ പൊയ്ക്കോളൂ. വെള്ളം തൂത്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഇതേപോലെ ഒന്ന് ഫോൾഡ് കൊടുക്കുക. ഫോൾഡ് കൊടുത്ത ശേഷം ഇതിലേക്ക് പ്രസ് ചെയ്യുക. 2 എൻഡും കൂടെ ജോയിൻ ചെയ്യുക. ഇവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ തുറന്നു പോകും. ഇതേപോലെ കിട്ടും. എപ്പോഴും ആ ഫില്ലിങ് താഴേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു എൻഡ് വരെ ഫില്ലിങ് വരാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു ബെൻഡ് കൊടുത്ത് പ്രസ് ചെയ്യുക. വെള്ളം വെച്ച എല്ലാ സൈഡിലും. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള സമൂസയും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. സമോസ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയ്ക്ക് ഭയങ്കര ചൂട് പാടില്ല. ഒരു മീഡിയം ഹീറ്റ് വേണം ഇടാനായിട്ട്.
ഇതേപോലെ ഒരു ബിസ്ക്കറ്റ് കളറാകുമ്പോൾ എടുക്കാം. അപ്പോൾ എപ്പോഴും ലോ മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ സമോസ എല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ സമോസ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബ്ലിസ്റ്റേഴ്സ് ഇല്ലാണ്ട് നോക്കുക. ഇങ്ങനെ കൊമ്പളകൾ ഒരുപാട് ചില സമയത്ത് വെള്ളം കൂടിയിട്ടൊക്കെ നമ്മൾ കുഴയ്ക്കുകയാണെങ്കിൽ ഒരുപാട് കൊമ്പളകളുണ്ടാവും. അപ്പോൾ നല്ല ക്രിസ്പ് ടെക്സ്ചർ കിട്ടത്തില്ല, അത് ശ്രദ്ധിക്കുക. അതേപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ലോ മീഡിയം ഹീറ്റിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ 12 സമോസ കിട്ടുന്ന ചെറിയ സമോസ. അപ്പോൾ നല്ല വലിപ്പത്തിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഡോവിനെ 6ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് പകരം 5ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 10 വലിയ സമോസ കിട്ടും. ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം. വേണ്ട, നല്ല ക്രിസ്പിയാണ്, നല്ല ഫ്ലേക്കി ആയിട്ട് കിട്ടും. അപ്പം ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ക്രിസ്പ് ടെക്സ്ചർ കിട്ടത്തുള്ളൂ, അത് ശ്രദ്ധിക്കുക. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.